ചെറിയ ലോകവും വലിയ പ്രണയവും. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആൽമരത്തണലിലെ സ്റ്റോപ്പിൽ ബസ് കിതപ്പോടെ നിന്നു. ബാക്ക് ഡോർ തുറന്ന് ഞാൻ മുന്നിലേക്ക് ഓടി. 4-5 പെൺകുട്ടികളുണ്ട്. അവർ കയറി കഴിഞ്ഞു. ഞാൻ ചുറ്റും നോക്കി. സാധാരണ ബസ് ഇവിടെ എത്തുമ്പോഴേക്കും അവൾ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി നിൽക്കാറുണ്ട്. ഏകദേശം 1 മാസത്തോളമായി ഞാൻ ഈ ബസ്സിൽ കണ്ടക്ടറായിട്ട്. അന്നു മുതൽ ദിവസവും രാവിലെയും വൈകിട്ടും അവൾ ആ ബസ്സിൽ വരാറുണ്ട്. ഞാൻ ഒന്നുകൂടി എത്തി നോക്കി. സമയം വൈകിയതിനാൽ ഡ്രൈവർ അസ്വസ്ഥതയോടെ ഹോൺ നീട്ടിയടിച്ചു. ഞാൻ സ്റ്റെപ്പിൽ കയറി ഡോറടക്കാൻ തുടങ്ങിയവയാണ് ഇടവഴിയിലൂടെ ഓടി വരുന്ന അവളെ കണ്ടത്. വേഗം ഡോറിന്ന് താഴെ ഇറങ്ങി. എന്നെ ശ്രദ്ധിക്കാതെ അവൾ അകത്ത് കയറി പുറകിലൊരു സീറ്റ് കണ്ടെത്തിയിരുന്നു. എനിക്ക് നിരാശ തോന്നി. എന്തൊരു പെണ്ണായത്, ഒന്ന് പുഞ്ചിരിച്ചുകൂടെ? ബസ് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഞാൻ യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് അവളുടെ അടുത്തെത്തി. ഓടി വന്നുകൊണ്ടാവണം ആ മുഖത്തും കഴുത്തിലുമെല്ലാം വിയർപ്പ് തുള്ളികൾ തിളങ്ങുന്നു. ബ്രൗൺ കളർ ചുരിദാറാണ് വേഷം. ഒരു കുഞ്ഞു കമ്മലും ഇടം കൈയിലെ പഴയ വാച്ചും ഒഴിച്ചാൽ വേറെ ആഭരണങ്ങളൊന്നുമില്ല. എന്നാലും കാണാൻ നല്ല ഭംഗി. അവളേക്കാൾ സുന്ദരികൾ ആ ബസ്സിൽ വരാറുണ്ടെങ്കിലും എന്തുകൊണ്ടോ എനിക്ക് അവളെയാണ് ഇഷ്ടം. ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ആര്യ ടെക്സ്റ്റൈൽസിൽ സെയിൽസുകളാണെന്നറിയാം. ഒരിടത്തരം ഷോപ്പ്. ഇന്ന് കുറച്ച് വൈകിപ്പോയല്ലേ? ടിക്കറ്റ് കൊടുക്കുമ്പോൾ ഞാൻ ചെറിയ ചിരിയോടെ ചോദിച്ചു. അവൾ എന്നെ നോക്കാതെ കൃത്യം ബസ് ചാർജ് എടുത്തു നീട്ടി. അഹങ്കാരി. കാശ് വാങ്ങി ഞാൻ മനസ്സിൽ പറഞ്ഞു. ഇത്രക്ക് ഗമ കാണിക്കാൻ എന്താണുള്ളത്? നീ നാളെ ഇതുപോലെ ഓടിവാ. ഡബിൾ ബെല്ലടിച്ച് വണ്ടി വിടും. പിന്നാലെ വരുന്ന സൂപ്പർ ഫാസ്റ്റിന് അവിടെ സ്റ്റോപ്പില്ല. അത് കഴിഞ്ഞുള്ള ബസ്സിൽ കാൽ കുത്താൻ പോലും സ്ഥലമില്ലാത്തത്രക്ക് സ്കൂൾ കുട്ടികളായിരിക്കും. നീ ഇനി തൂങ്ങി പിടിച്ച് വന്നാൽ മതി. ഒന്നുകൂടി അവൾ അടിമുടി നോക്കിയ ശേഷം ഞാൻ ജോലി തുടർന്നു. ടൗണിലെത്തി അവൾ ഇറങ്ങിപ്പോന്ന് നോക്കി നിൽക്കെ ഡ്രൈവർ ജോഷിയേട്ടൻ എന്നെ അടുത്തേക്ക് വിളിച്ചു. എന്തു പറ്റിയടാ? അവൾക്ക് ഒടുക്കത്തൊരു ജാട. ഐശ്വര്യലക്ഷ്മിയാണെന്നാ വിചാരം. ഐശ്വര്യ റായി അല്ലേ? ഇങ്ങേരോട് ചോദിച്ചിട്ട് കാര്യമില്ല. രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി എന്നായിരിക്കും ഉത്തരം. ഞാനൊന്നും മിണ്ടാതെ പുറത്തിറങ്ങി. അന്ന് മുഴുവൻ ആ പെണ്ണിനോടുള്ള കലിയായിരുന്നു മനസ്സ് നിറയെ. ഒരാൾ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാനുള്ള സാമാന്യ മര്യാദ പാലിക്കാമല്ലോ. എനിക്ക് അവളോട് പ്രേമൊന്നുമില്ല. സ്ഥിരമായി കാണുന്ന ഒരാളോടുള്ള താല്പര്യം. അത് അവളോട് മാത്രമല്ല. ബീച്ച് റോഡിൽ നിന്ന് മത്സ്യം നിറച്ച അലൂമിനിയം ബക്കറ്റുമായി ബസ്സിൽ കയറിയുന്ന മറിയ ചേർത്തി എനിക്ക് ഇഷ്ടമാണ്. അത് അവരോട് പ്രേമമായിട്ടാണോ? ഈ പ്രായത്തിൽ ആരെയും ആശ്രയിക്കാതെ മീൻ കച്ചവടം നടത്തി ജീവിക്കുന്നതിനുള്ള ബഹുമാനം. അതുപോലെ തന്നെ ഇതും. സ്കൂൾ ടീച്ചർമാർ, സ്റ്റുഡൻസ്, വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്ന സത്യേട്ടൻ, ബസ് സ്റ്റാൻഡിൽ ചുമട്ട് തൊഴിലാളിയായ ബിനു, അങ്ങനെ സ്ഥിരമായി വരുന്ന എല്ലാവരോടും ഞാൻ കുശലം ചോദിക്കാറുണ്ട്. അവർ തിരിച്ചു അങ്ങനെ തന്നെ. പക്ഷേ ഇവൾ ഒരു സെയിൽസ് ഗേളിന് ഇത്രയും അഹങ്കാരോ? എനിക്ക് അതല്ല സങ്കടം. എൻ്റെ ചോദ്യം അവൾ അവഗണിക്കുന്നു. ഞാൻ ചമ്മുന്ന അവിടെ അടുത്തിരുന്ന ചേച്ചി കണ്ടിരുന്നു. അവരെന്താ കരുതിയിട്ടുണ്ടാവുക? ഞാൻ അവളെ വളക്കാൻ ശ്രമിക്കുകയാണെന്നല്ലേ? ഛേ, നാണക്കേട്. അന്ന് വൈകിട്ട് അവൾ വന്നപ്പോൾ ഞാൻ മുഖത്ത് ഗൗരവം നിറച്ച്. കാശ് വാങ്ങി ടിക്കറ്റ് അമ്പലത്തിലെ പൂജാരി പ്രസാദം തരുന്ന പോലെ ഇട്ടുകൊടുത്തു. ആ സമയം അവൾ എന്നെയും നോക്കി. ഞാൻ ചുണ്ടോട്ടി പരിഹസിച്ച് പുറകിലേക്ക് പോയി. തൻ്റെ സ്ഥലമെത്തിയപ്പോൾ അവൾ ഇറങ്ങി. അവിടെയുള്ള സൂപ്പർ മാർക്കറ്റിന് നേരെ നടക്കുന്നുണ്ടായിരുന്നു. എടാ, ആ കുട്ടിയെ കുറ്റം പറയാനൊന്നും പറ്റൂല. വണ്ടിപ്പണിക്കാരെ പറ്റി പൊതുവെ നല്ല അഭിപ്രായമൊന്നുമല്ലല്ലോ. നിന്നോട് മിണ്ടാൻ പേടിച്ചിട്ടാവും. രാത്രി അവസാന ട്രിപ്പ് കഴിഞ്ഞ് നിർത്തിയിട്ട ബസ്സിനുള്ളിൽ നിന്ന് മദ്യപിക്കുമ്പോൾ ജോഷിയേട്ടൻ പറഞ്ഞു. അതേ അഭിപ്രായം തന്നെയായിരുന്നു ക്ലീനർ രവിയേട്ടനും. അത്ര ദഹിച്ചില്ലെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് അവകാശപ്പെട്ട ഒരു പെഗ് കൂടി കഴിച്ച് പുറത്തിറങ്ങി നടന്നു. ബസ് നിർത്തിയിടത്ത് നിന്നും 1 കിലോമീറ്റർ നടന്ന എൻ്റെ വീടെത്തും. വീടെന്നതിന് പറയാമോ എന്നറിയില്ല. ചുമരും മേൽക്കൂരയുമുള്ള കെട്ടിടം. വീടാകണമെങ്കിൽ അതിൽ വേറെ ആരെങ്കിലും വേണ്ടേ? മകൻ വരാൻ നോക്കിയിരിക്കുന്ന അമ്മ. അവൻ കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ, നീ ഇങ്ങനെ പേടിക്കാതെ എന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കുന്ന അച്ഛൻ. രാവിലെ ആവശ്യപ്പെട്ട സാധനങ്ങൾ ഏട്ടൻ വാങ്ങി വരുന്നും കാത്തിരിക്കുന്ന അനിയത്തി. കുഴമ്പ് മണമുള്ള മുറിയിൽ എൻ്റെ ശബ്ദത്തിന് കാതോർത്തിരിക്കുന്ന അമ്മൂമ്മ. അങ്ങനെ ആരും ഇവിടെ ഇല്ല. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. മഹാഭാഗ്യവാനായ എനിക്ക് ജന്മം തന്ന ഉടനെ അമ്മയുടെ ജീവൻ പോയി. കൈക്കുഞ്ഞിനെ നോക്കാൻ ആളില്ല. പുറത്തുനിന്നൊരു പെണ്ണിനെ അതിനെ സ്വന്തം പോലെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന കാരണം പറഞ്ഞ് അമ്മയുടെ അനിയത്തി അച്ഛനെ കൊണ്ട് കെട്ടിച്ചു. വേറൊരാളായിട്ട് പ്രണയത്തിലായിരുന്ന ഇളയമ്മ അത് നഷ്ടപ്പെട്ട ദേഷ്യം മുഴുവൻ എന്നോടും അച്ഛനോടും തീർത്തുകൊണ്ടിരുന്നു. തൻ്റെ കാലശേഷം മകൻ പെരുവഴിയിലാവേണ്ടെന്ന് കരുതി അച്ഛൻ വീടിൻ്റെ പേരിൽ എഴുതി വെച്ചു. വർഷങ്ങളായി ഇളയമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുക്കാതിരുന്ന ദൈവം ഒടുവിൽ കനിഞ്ഞു. എൻ്റെ 17-ാം വയസ്സിൽ അച്ഛൻ മരിച്ചു. 1 മാസം തികയും മുമ്പ് ഇളയമ്മ പഴയ കാമുകൻ്റെ കൂടെ പോയി. അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഒരിക്കലും അത്ര കൊതിച്ചിരുന്ന ജീവിതം വീണ്ടും മുന്നിലെത്തിയപ്പോൾ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വൈകിയാണെങ്കിലും പ്രണയിച്ചവർ ഒരുമിച്ചു. അച്ഛൻ്റെ മരണത്തോടെ അവർ സ്വതന്ത്രയായി. ഞാനും. പിന്നീട് അങ്ങോട്ട് ചരട് പൊട്ടിയ പട്ടം പോലെയായി.
ആദ്യം അല്ലറ ചില്ലറ കൂലിപ്പണിക്കൊക്കെ പോയി, പിന്നെ ബസ്സിലേക്ക് എത്തിപ്പെട്ടു. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ജില്ലയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളിലും ജോലി ചെയ്തു. പക്ഷേ സ്വന്തം നാട്ടിൽ നിന്നും പുറപ്പെടുകയും അവസാനിക്കുകയും ചെയ്യുന്ന ബസ്സിൽ ഇതാദ്യമായിട്ടാണ്. ഇടവഴിയിലൂടെ നടക്കുമ്പോൾ എൻ്റെ കാൽ പെരുമാറ്റം കേട്ട് അയൽ വീട്ടിലെ പട്ടി കുരച്ചു. ദിവസവും ഈ സമയത്ത് അതിലൂടെ പോകുന്ന ഒരേ ഒരാൾ ഞാനാണെന്ന് അറിഞ്ഞിട്ടും ഈ പട്ടിയുടെ മോൻ എന്തിനിങ്ങനെ ബഹളം വയ്ക്കുന്നു? അവൻ്റെ കുര കേട്ടിട്ടാവണം അവിടുത്തെ ഗൃഹനാഥൻ കരുണൻ ഉമ്മറത്തെ കസേരയിൽ നീന്തി വലിഞ്ഞു നോക്കി. ആരാ? സജീഷാണോ? അല്ല, കാരൻ എന്ന് മനസ്സിൽ പറഞ്ഞു. അങ്ങേർക്ക് കണ്ണിനൊരു കുഴപ്പമില്ലെന്ന് എനിക്കറിയാം. പ്രതീക്ഷാ ബാറിലേക്ക് ഞാൻ കയറിപ്പോകുന്ന ഓടുന്ന ബസ്സിൽ നിന്ന് കണ്ടെന്ന് പറഞ്ഞ ആളായത്. ബാറ് റോഡ് തമ്മിൽ 50 മീറ്റർ ദൂരമുണ്ട്. അത് കാണാൻ കഴിഞ്ഞയാൾക്ക് 10 അടി മുന്നിലൂടെ പോകുന്ന എന്നെ കാണാൻ പറ്റുന്നില്ല പോലും. അതും ഇത്രയും നിലാവെളിച്ചം ഉണ്ടായിട്ടും. ഇപ്പം തെറി വിളിച്ചാൽ കള്ളു കുടിച്ചുകൊണ്ടാണെന്ന് പറയും. ഞാനൊന്ന് മൂള മാത്രം ചെയ്തുകൊണ്ട് നടക്കാൻ തുടങ്ങി. സജീഷേ, നിനക്കൊരു പെണ്ണ് കിട്ടിക്കൂടെടാ? വീട്ടിൽ വൈകിട്ട് വൃത്തിയാക്കിയിട്ട് വിളക്ക് വെക്കാൻ ഒരു പെണ്ണ് വേണം. നീ ഇങ്ങനെ പാതിരാത്രിക്ക് വരും പുലർച്ചെ പോവും. വീടാണെങ്കിൽ ഭാർഗവീ നിലയും പോലെ ഒരു കുടുംബമൊക്കെ വേണ്ടടാ നിനക്ക്. ഇനി പിടിച്ചേൽക്കാൻ പറ്റില്ല. ഞാൻ തിരിഞ്ഞു നിന്നു. നിങ്ങളുടെ മോളെ എഞ്ചിനീയറിങ്ങിന് പഠിക്കുമല്ലേ? കോഴ്സ് കഴിഞ്ഞ് അവളെ എനിക്ക് കെട്ടിച്ചോ? പറ്റുമോ? അതോടെ അയാൾ എഴുന്നേറ്റ് അകത്ത് പോയി വാതിലടച്ചു. ഇതാണ് പ്രശ്നം. എല്ലാ നാട്ടിലും കാണും ഇതുപോലെ ഉപദേശിക്കാൻ വേണ്ടി മാത്രം ഉൽപ്പാദിപ്പിച്ചു വിട്ട പോലെ ഓരോന്ന്. ഞാൻ എൻ്റെ കൊട്ടാരത്തിൻ്റെ വാതിൽ തുറന്നു. കുളി കഴിഞ്ഞ് പാഴ്സൽ വാങ്ങിയ ഭക്ഷണം കഴിച്ച് കട്ടിലിൽ മലന്നടിച്ച് കിടക്കുമ്പോൾ വീണ്ടും അവളുടെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തി. നമ്മുടെ ഐശ്വര്യലക്ഷ്മിയുടെ. ശരിക്കും അവൾക്ക് ഐശ്വര്യലക്ഷ്മിയുടെ ഒരു ചെറിയ ചായയൊക്കെയുണ്ട്. മായാനദി എന്ന സിനിമയിൽ ടൊവിനോ തോമസിനോട് ഒന്ന് പോയി തരുമോ മാത്ത എന്ന് ചോദിക്കുമ്പോഴുള്ള അതേ മുഖഭാവം. അത്ര നിറമില്ലെന്നേ ഉള്ളൂ. ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത ഇവളെങ്ങനെ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്നു. അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും സംസാരിപ്പിക്കണം എന്നൊരു വാശി. പക്ഷെ എന്തിന്? ആ ചോദ്യത്തിന് ഉത്തരമില്ല. അവഗണിക്കപ്പെടുന്ന അപമാനിക്കപ്പെടുന്ന ഒന്നും ജീവിതത്തിൽ ആദ്യമായിട്ടല്ലല്ലോ. ജോലി ചെയ്യാൻ പോയാൽ ജോലി ചെയ്യണം, അല്ല പെണ്ണിൻ്റെ പുറകെ പോകരുത്. അങ്ങനെ സ്വയം വിലക്കിക്കൊണ്ട് എന്നും വൈകി വരാറുള്ള ഉറക്കത്തെ കാത്ത് കിടന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ അവളെ ശ്രദ്ധിക്കാതെയായി. ടിക്കറ്റ് കൊടുക്കും, കാശ് വാങ്ങും, അത്രമാത്രം. ഒരു ദിവസം രാവിലെ ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ലേഡീസ് സീറ്റുകളൊന്നും ഒഴിവില്ല. അവൾ അതിന് പുറകിലെ സീറ്റിലേക്ക് പിന്നെയും മാറി മാറി നോക്കുന്നുണ്ട്. ഞാനത് കാണാത്ത മട്ടിൽ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി. അതെ, അവൾ പതിയെ വിളിച്ചു. ഞാൻ എന്താണെന്ന ഭാഗത്തിൽ അവളെ നോക്കി. ഇവരോടൊന്ന് പുറകിലേക്ക് മാറിയിരിക്കാൻ പറയുമോ? എനിക്ക് കാര്യം മനസ്സിലായി. ആ സീറ്റിൽ ഒരാൾ മാത്രമാണ് ഇരിക്കുന്നത്. സോറി മകളെ, അത് ലേഡീസ് സീറ്റല്ല, ജനറലാ. ആർക്കും ഇരിക്കാം. രണ്ടാക്കിയിരിക്കാവുന്ന സീറ്റാണല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അയാളുടെ അടുത്തിരിക്കാം, അല്ലെങ്കിൽ അയാളോട് പറഞ്ഞു നോക്കാം. കണ്ടക്ടർക്ക് അയാളെ എഴുന്നേൽപ്പിക്കാനുള്ള അധികാരമൊന്നുമില്ല. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവളൊന്നും മിണ്ടാതെ കമ്പിയിൽ പിടിച്ച് നിന്നു. അല്ല പിന്നെ, ഒരു കുശലം ചോദിക്കാൻ അവിടെ വായിൽ നാക്കില്ല. ഇപ്പൊ സ്വന്തം ആവശ്യത്തിന് അവൾക്ക് സംസാരിക്കാൻ അറിയാം. നീ നിന്നോണ്ട് പോയാ മതി. പെട്ടെന്ന് ജോഷിയേട്ടൻ്റെ സഡൻ ബ്രേക്കിൽ അവൾ എൻ്റെ ദേഹത്തേക്ക് വന്ന് വീണു. ഒരു നിമിഷത്തെ പകപ്പ് മാറിയപ്പോൾ അവൾ പിന്നോട്ട് നീങ്ങി എന്നെ തറപ്പിച്ച് നോക്കി. ബസ്സിലാ നിൽക്കുന്നതെന്ന ബോധം വേണം. പിടിച്ചില്ലെങ്കിൽ വീഴും. നോട്ടം കണ്ട ഞാൻ ഡ്രൈവറോട് പറഞ്ഞ് ചെയ്യിപ്പിച്ച പോലെയാണല്ലോ. അവൾക്ക് കേൾക്കാൻ മാത്രം പാത്തിന് പറഞ്ഞിട്ട് ഞാൻ മുന്നിലേക്ക് ചെന്ന് സ്റ്റെപ്പിൽ നിന്നു. വീണ്ടും വീണ്ടും അവൾ എന്നെ അപമാനിക്കുന്ന പോലെയാണ് തോന്നുന്നത്. എങ്ങനെയെങ്കിലും ഒരു പണി കൊടുത്തില്ലെങ്കിൽ സമാധാനം കിട്ടാത്ത പോലെ. ഒടുവിൽ അതിനൊരു അവസരവും കിട്ടി. ഒരവധി ദിവസം വെറുതെ ടൗണിൽ കറങ്ങാൻ പോയതായിരുന്നു ഞാൻ. ബാറിൽ കയറി അത്യാവശ്യം മദ്യപിച്ച ശേഷം ഫുട്പാത്തിലൂടെ അലസമായി നടക്കുമ്പോഴാണ് ആര്യ ടെക്സ്റ്റൈൽസ് എന്ന ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. നേരെ അങ്ങോട്ട് നടന്ന് അകത്തേക്ക് കയറി. രാവിലെ ആയതുകൊണ്ടാവണം അധികം തിരക്കൊന്നുമില്ല. ഒരു യുവതി അടുത്തേക്ക് വന്നു. വരൂ സർ, എന്താ വേണ്ടത്? നിറഞ്ഞ ചിരിയോടെ അവൾ എന്നെ സ്വീകരിച്ചു. എന്താണ് വാങ്ങേണ്ടത്? ഒന്നും വാങ്ങാനല്ലല്ലോ ഞാൻ വന്നത്. ലേഡീസ് സെക്ഷനിൽ നിൽക്കുന്ന അഹങ്കാരിയായ പെൺകുട്ടിയെ കണ്ടപ്പോൾ എന്നിലെ ആഭാസൻ ഉണർന്നു. ഞാൻ അങ്ങോട്ട് കൈ ചൂണ്ടി. യുവതി എന്നെയും കൂട്ടി അവിടേക്ക് നടന്നു. പാർവതി, സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്ക്. അത്രയും പറഞ്ഞിട്ട് യുവതി വേറെ കസ്റ്റമറെ സ്വീകരിക്കാൻ പോയി. അപ്പോൾ പാർവതി എന്ന പേര്. ആ പെൺകുട്ടി മുന്നിലിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം ഒരു വശത്തേക്ക് മാറ്റി. എന്താണ് വേണ്ടത്? ശാന്തമായ സ്വരം. അപ്പം മര്യാദക്ക് സംസാരിക്കാനൊക്കെ അറിയാം. എനിക്കൊരു ബ്രാ വേണം. സൈസ് എത്രയാ? അറിയില്ല. സൈസ് അറിയാതെ എങ്ങനെയാ? സിരകളിലൂടെ കുതിച്ച് പായുന്ന ലഹരി, അവളോടുള്ള കാരണമറിയാത്ത ദേഷ്യം എല്ലാം ചേർന്ന് എന്നെ മറ്റൊരാളാക്കി. ഞാൻ അവിടെ മാറിലേക്ക് കുറച്ചേരം നോക്കി നിന്നു. ആ, ഇയാളുടെ സൈസ് മതിയാവും. ആത്മാഭിമാനത്തിന് പൊള്ളലേറ്റൊന്ന് പിടഞ്ഞു. ആ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയത് യുദ്ധത്തിൽ വിജയിച്ചവനെ പോലെ നോക്കി കാണുകയായിരുന്നു. അവളൊന്നും മിണ്ടാതെ ബോക്സ് തുറന്ന് പല നിറത്തുള്ള ബ്രാ എടുത്ത് മുന്നിൽ വെച്ചു.
ഏത് കളറാ? ആ ശബ്ദത്തിൽ ഇടർച്ച എന്നെ കൂടുതൽ സന്തോഷവാനാക്കി. പിങ്ക് നിറത്തിലുള്ള ഒന്നിൽ ഞാൻ തൊട്ടു. 2 എടുത്തോ? ഞാൻ പറഞ്ഞവൾ അനുസരിച്ചു. വേറെ എന്തെങ്കിലും വേണോ? ഇപ്പോൾ വേണ്ട, ആവശ്യമുള്ളപ്പോൾ ഒന്ന് വാങ്ങിച്ചോളാം. അതും എടുത്ത് കൗണ്ടറിൽ ചെന്ന് കാശ് കൊടുത്ത് ഒരിക്കൽ കൂടി അവളെ നോക്കി. ക്യാമറ കണ്ണിൽ പെടാതിരിക്കാൻ തിരിഞ്ഞു നിന്ന് കർച്ചീഫ് കൊണ്ട് മിഴിനീരൊപ്പുന്ന കണ്ടപ്പോൾ എൻ്റെ വിജയം പൂർത്തിയായി. മതി, ഇത്രയും ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. സ്ഥിരം കാണുന്ന ആളെന്ന പരിഗണനയിൽ കുശലം ചോദിച്ചപ്പോൾ ഒരു വാക്കുപോലും പറയാത്ത, ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാത്ത അഹങ്കാരിയായ പെണ്ണിനെ കരയിച്ചു. ഞാൻ ജയിച്ചു. പുറത്തിറങ്ങി ലോകം കീഴക്കിയ ഭാവത്തിൽ ഞാൻ നടന്നു. എൻ്റെ വിജയം സഹപ്രവർത്തകരോട് പങ്കുവെക്കാൻ വേണ്ടി അന്ന് രാത്രി ഒരു ബോട്ടിൽ ബ്രാൻഡിയും വാങ്ങി ബസ്സിലേക്ക് പോയി. നാണുണ്ടോടാ നായ നിനക്ക്? ജോഷിയേട്ട അലറുകയായിരുന്നു. ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്നിടത്ത് പോയി അവളെ കരയിപ്പിച്ചത് ആഘോഷിക്കാൻ കുപ്പിയുമായി വന്നേക്കുന്നു. എടുത്തോണ്ട് പോയിക്കോണം. ജോഷി ഓസിന് കുടിക്കാറുണ്ട്, പക്ഷേ തന്തയില്ലായ്മക്ക് കൂട്ടു നിൽക്കില്ല. അയാൾ കുപ്പി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ചോദിക്കുന്നതിനൊക്കെ ഉത്തരം തരാൻ നീ ആരടാ പെണ്ണിന്റെ? ബസ്സിൽ വരുന്ന എല്ലാവരും നിന്നോട് വർത്താനം പറയണമെന്ന് നിയമമുണ്ടോ? അവൾക്ക് സൗകര്യമില്ല, അതുകൊണ്ട് മിണ്ടിയില്ല. അതാണ് അവൾ ചെയ്ത കുറ്റം. ശരി, അവളിപ്പോൾ മിണ്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ. അതോടെ നിന്റെ ജീവിതം പൂർണ്ണമായോ? നിന്നെ പോലുള്ള നാറികൾ കാരണ സകല ബസ് ജീവനക്കാരോടും ജനങ്ങൾക്ക് ദേഷ്യം. ജോഷിയേട്ടൻ നിന്ന് കിതച്ച്. കൊള്ളാവുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോലും ഒരു സെയിൽസ് ഗേളിന് തുച്ഛമായിട്ടുള്ള ശമ്പളമേ കിട്ടുന്നുള്ളൂ. അപ്പൊ അതുപോലെ ഒരു ചെറിയ ഷോപ്പിൽ ജോലി ചെയ്യുന്നവൾക്ക് എത്ര കിട്ടുന്നെന്ന് ഊഹിച്ചു നോക്കടാ. നിവൃത്തികേട് കൊണ്ടാ ഓരോ പെൺപിള്ളേർ ഇങ്ങനത്തെ ജോലിക്ക് പോകുന്നു. അതിനും നീയൊന്നും വിടില്ലടാ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പെണ്ണിനെ മനസ്സിലാക്കണമെങ്കിൽ അമ്മയോ പെങ്ങളോ വീട്ടിൽ വേണം. അവരെ സ്നേഹിക്കണം, അവരുടെ സ്നേഹം അനുഭവിക്കണം. ജോഷി! ക്ലീനർ രവിയേട്ടൻ തടഞ്ഞു. അതോടെ ബസ്സിനുള്ളിൽ മൗനം കനത്തു. ശരിയാണ്, എനിക്ക് അമ്മയോ അനിയത്തിയോ ഇല്ല. അവരുടെ സ്നേഹം കിട്ടിയിട്ടില്ല. ആകെയുണ്ടായിരുന്നു 17-ാം വയസ്സ് വരെ അവസരം കിട്ടുമ്പോഴെല്ലാം എന്നെ നോവിച്ചുകൊണ്ടിരുന്ന ഇളയമ്മയാ. എനിക്ക് പെണ്ണിൻ്റെ മനസ്സറിയില്ല, എനിക്ക് ആരുടെയും മനസ്സറിയില്ല. ഞാൻ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് നടന്നു. ഇരുട്ടിൽ കാല് കല്ലിലിടിച്ച് വേദനിച്ചു. പക്ഷെ അതിനേക്കാൾ വലിയ വേദനയായിരുന്നു ഉള്ളിൽ. മാനഭംഗപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ വായിക്കുമ്പോൾ അവൻ്റെയൊക്കെ ലിംഗം ഛേദിക്കണമെന്ന് ഞാനും രോഷം കൊണ്ടിട്ടുണ്ട്. അതേ ഞാനിന്ന് കണ്ണുകളാലും വാക്കുകളാലും ഒരു പെണ്ണിനെ മാനഭംഗപ്പെടുത്തിയിരിക്കുന്നു. 4 പെഗ് മദ്യത്തിൻ്റെ പുറത്ത് മൃഗമായവൻ ഇനി ആ പെൺകുട്ടി എങ്ങനെ അഭിമുഖീകരിക്കുന്നറിയില്ല. വേണ്ടായിരുന്നു ഒന്നും. നാളെ അവളോട് മാപ്പ് പറയണം. വേണമെങ്കിൽ തല്ലിക്കോട്ടെ, സാരമില്ല. ലഹരിയോടൊപ്പം എൻ്റെ ഉള്ളിലെ പുരുഷ മേധാവിത്വത്തിൻ്റെ അഹന്തയും നിർവീര്യമാവുമെന്ന് ഞാൻ അറിഞ്ഞു. അന്ന് രാത്രി ഉറക്കമില്ലാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ മനസ്സിൽ നിറയെ പാർവതിയായിരുന്നു. ആ നിറഞ്ഞ കണ്ണുകൾ. കുറ്റബോധം അലട്ടിയപ്പോൾ കട്ടിലിനടിയിൽ നിന്ന് മദ്യക്കുപ്പിയെടുത്ത് വായിലേക്ക് അമിഴ്ത്തി. പിന്നെ അത് ചുമരിലേക്ക് വലിച്ചെറിഞ്ഞു. ചിതറിയ ചില്ലുകൾ നിലാവിളിച്ചതിൽ തിളങ്ങി. കരുണേട്ടൻ്റെ മൂത്ത മകൾ കുഞ്ഞിനെ ഉറക്കാൻ താരാട്ടുപാട്ട് പാടുന്നു. രാവിൻ്റെ നിശബ്ദതയിൽ അവ്യക്തമായി കേൾക്കാം. എനിക്ക് അമ്മയെക്കുറിച്ച് ഓർമ്മ വന്നു. എൻ്റെ മുഖം കാണാനുള്ള ഭാഗ്യം അമ്മയ്ക്കോ അമ്മിഞ്ഞ പാൽ കുടിക്കാനുള്ള യോഗ എനിക്കോ കിട്ടിയില്ല. അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ പെൺകുട്ടിയെ കരയിക്കില്ലായിരുന്നു. എന്തിനോ ഉള്ളിലൊരു ഏങ്ങലടി പൊട്ടിപ്പുറപ്പെട്ടു. മാപ്പ് പറയാമെന്നുള്ള എൻ്റെ തീരുമാനം നടന്നില്ല. അടുത്ത ദിവസം ആൽമരച്ചൂടിലെ സ്റ്റോപ്പിൽ നിന്നും ബസ് കയറിയവരുടെ കൂട്ടത്തിൽ പാർവതി ഇല്ലായിരുന്നു. അതിനുശേഷമുള്ള 4 ദിവസം അവളെ കണ്ടില്ല. എനിക്ക് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. ഒടുവിൽ ഞാൻ ബസ്സിൽ നിന്ന് ലീവ് എടുത്ത് ആര്യ ടെക്സ്റ്റൈൽസിൽ പോയി നോക്കി. നിരാശയായിരുന്നു ഫലം. പാർവതി ഇപ്പോൾ വരാറില്ലല്ലോ. വിളിച്ചപ്പോൾ സുഖമില്ല, കുറച്ച് ദിവസത്തെ അവധി വേണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ പരിചയക്കാരാണോ? കൗണ്ടിൽ ഇരുന്ന ചെറുപ്പക്കാരൻ്റെ ചോദ്യത്തിന് ഞാൻ ആണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല. അവളെ ഒന്ന് കാണാൻ മനം തുടിച്ചു. പക്ഷേ എങ്ങനെ? ഉത്തരം കിട്ടാതെ വീണ്ടും ഞാൻ മദ്യത്തിൽ അഭയം പ്രാപിച്ചു. പിന്നെ 2 ദിവസം വീട്ടിൽ അടച്ചിട്ടിരുന്നു. ഒരു ഭ്രാന്തനെ പോലെ സ്വയം എന്തൊക്കെയോ പുലമ്പി. 2ാം നാൾ രാത്രിയിൽ ജോഷിയേട്ടൻ്റെ കോള് വന്നു. വീട്ടിലിരുന്ന് 24 മണിക്കൂറും കൂടിയായിരിക്കുമല്ലേ? ഞാൻ മിണ്ടിയില്ല. അന്ന് ദേഷ്യത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. നീ ഒന്നും മനസ്സിൽ വെക്കണ്ട. ഏയ് കുഴപ്പമില്ല ജോഷിയേട്ടാ, ഞാനത് അർഹിക്കുന്നു. തെറ്റ് ചെയ്തിട്ടല്ലേ? തിരുത്തി തരാൻ എനിക്ക് ആരുമില്ലല്ലോ. ശബ്ദമിടറിപ്പോയി. സജി, നിനക്ക് അവളെ കാണണോടാ? വേണം. എനിക്കൊട്ടും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഷെറിൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളെ ചാൻസി ആ കുട്ടിയുടെ വീടിനടുത്താ. ഇപ്പം അവളെ വിളിച്ചപ്പോഴേ ഇക്കാര്യം ഞാൻ അറിയുന്നത് തന്നെ. നമുക്ക് നാളെ അങ്ങോട്ടേക്കൊന്ന് പോവാം. പക്ഷേ ആ കുട്ടി എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ജോഷിയേട്ടൻ്റെ അനിയത്തിയാണ് ഷെറി. എങ്ങനെ വേണേലും ആയിക്കോട്ടെ ജോഷിയേട്ടാ, മര്യാദക്കൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾക്കെന്നെ അറിയില്ലേ, ഞാൻ വേറെ ഏതെങ്കിലും പെണ്ണിനോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? ഏതോ നശിച്ച നിമിഷത്തിൽ പറ്റിപ്പോയി.
അവൾക്ക് അന്ന് എന്നോട് ദേഷ്യപ്പെടായിരുന്നില്ലേ? അല്ലെങ്കിൽ അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞ കേസ് കൊടുത്തൂടെ? ജോലിക്ക് പോകാതിരിക്കുന്ന എന്തിനാ? നീ വിഷമിക്കണ്ടാ, നാളെ രാവിലെ അവിടേക്ക് പോവാ, ഞാൻ സ്റ്റോപ്പിലേക്ക് എത്താം. അന്ന് മുറക്കമില്ലാത്ത രാത്രിയായിരുന്നു. നാളെ പാർവതിയെ കണ്ട് മാപ്പ് പറയണം. അവളുടെ അച്ഛനോ ആങ്ങളമാരെ തല്ലുന്നെങ്കിൽ തല്ലിക്കോട്ടെ. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അതാണ് പാർവതിയുടെ വീട്. ജാൻസി തൊട്ടപ്പുറത്തേക്ക് അയച്ചുകൊണ്ടി ഓടിയിട്ട ഒരു കൊച്ചു വീട്. അവളിവിടെ ഉണ്ടല്ലോ, ഇന്ന് രാവിലെ കൂടി കണ്ടതാ. ടൗണിലെ ജോലി വിട്ടു, ഇവിടെ എന്തെങ്കിലും നോക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹൃദയത്തിൽ ഒരു നോവ് അനുഭവപ്പെട്ടു. അതിൻ്റേതൊരു വല്ലാത്ത ജീവിതാ മോനെ. ജാൻസിയുടെ ഭർത്താവിൻ്റെ അമ്മ ഞങ്ങളുടെ അടുത്തിരുന്നു. അവൾക്ക് 2 അനിയന്മാരാ. അച്ഛന് കൂലിപ്പണിയായിരുന്നു. ഈ വീട് പണ്ടൊരു ചെറ്റപ്പുരയായിരുന്നു. പെൺകുട്ടിക്ക് വളരാനുള്ള സാഹചര്യം ഇല്ലയെന്ന് പറഞ്ഞ് അവളെ അമ്മയുടെ തറവാട്ടി കൊണ്ട് വിട്ടു. 2 അമ്മാമാരും ചേർന്ന് ചെയ്യില്ലെന്ന പോലെയാ പിന്നെ അവളെ വളർത്തിയത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും വിടില്ല. എന്തിനും പട്ടാളച്ചിട്ട. കളിച്ചടക്കേണ്ട പ്രായത്തിൽ അതിൻ്റെ മനസ്സ് മുരടിച്ചു. ചിരിക്കാറോ കരയാറോ ഇല്ല, എല്ലാം ഉള്ളിലൊതുക്കും. ആരോടും ഒന്നും പറയില്ല. ഒരു കൂട്ടുകാരി പോലും ഇല്ല. നന്നായി പഠിക്കുമായിരുന്നു. ജോലിക്ക് പോകാനൊന്നും സമ്മതിച്ചില്ല. 20ാമത്തെ വയസ്സിൽ അമ്മാമാർ കെട്ടിച്ചു വിട്ടു. അവിടെ അതിനൊരു ഗതിയുണ്ടായില്ല. അമ്മയൊന്ന് വിശ്വസിച്ചു. എന്നും ഓരോ പ്രശ്നങ്ങൾ. ഇവള് പ്രതികരിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് കൂടുതൽ ഹരായിട്ടുണ്ടാവും. ഒടുക്കം വിഷാദരോഗമാണെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണിച്ചു. അവിടുന്ന് ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കും. അവൾക്ക് അതിന് മാത്രം കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അവളുടെ കെട്ടിയോനെന്ന് പറയുന്ന നാറി നിർബന്ധിച്ച് ഉറക്ക ഗുളിക കഴിപ്പിക്കും. എന്തിനാണെന്നറിയോ? ബോധമില്ലാതെ ഉറങ്ങുന്ന ആ പാവത്തിനോട് അവൻ്റെ കാമഭ്രാന്ത് തീർക്കാൻ. ശരിക്കും അവനായിരുന്നു മാനസികം. അതും ഇവൾ ആരോടും പറഞ്ഞില്ല. ആരോട് പറയാനാ? അച്ഛൻ മരിച്ചു, അനിയന്മാർ തോന്നിയ പോലെ ജീവിക്കണു. പിന്നുള്ള ഈ പാവം പിടിച്ച അമ്മയാ. ഒടുക്കി എന്തൊക്കെയോ അസുഖങ്ങളാക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവിടുന്ന് ഡോക്ടറാ പറഞ്ഞ് കെട്ടിയോൻ്റെ പരാക്രമങ്ങൾ കാരണം അവൾക്ക് ശ്രദ്ധിക്കുന്ന അവളെ കാണാമെന്ന് വെച്ചു. ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് കയറിയിട്ട് വരാം. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? ഏയ്, അവളുടെ അമ്മ ദേവിക ഒരു പാവ. പോയി വാ, ഞാൻ കൂടെ വരണോ? ഏയ് വേണ്ട മച്ചി. ജോഷിയുടെ മുറ്റത്തേക്ക് ഇറങ്ങി. പുറകെ ഞാനും. ആ മുറ്റത്തേക്ക് നടക്കുമ്പോൾ ഹൃദയതാളം ദ്രുതഗതിയിലായി. ഇവിടെ ആരുമില്ലേ? ജോഷിയുടെ ശബ്ദം കേട്ട് പ്രായമായൊരു സ്ത്രീ ഉമ്മറത്തേക്ക് വന്നു. ആരാ? ഞങ്ങൾ പാർവതിയുടെ പരിചയക്കാരാ, ഒന്ന് വിളിക്കുവോ? അവരുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. അവരകത്തേക്ക് നടക്കാൻ തിരിഞ്ഞപ്പോഴേക്കും പാർവതി അവിടെ എത്തി. എണ്ണമയമില്ലാതെ പാറിപ്പറക്കുന്ന മുടിയും കരുവാളിച്ച മുഖവും. ഒരു പഴയ നൈറ്റിയാണ് വേഷം. ഞങ്ങളെ കണ്ടതും അവളൊന്ന് ഞെട്ടി. വാ, കയറിയിരിക്കെ, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾ ഉമ്മറത്ത് കയറിയിരുന്നു. ഞാൻ പാർവതി സ്ഥിരമായിട്ട് വരുന്ന ബസ്സിലെ ഡ്രൈവറാ ജോഷി. ഇത് കണ്ടക്ടർ സജീഷ്. അപ്പുറത്തെ ജാൻസിയുടെ ചേട്ടൻ പിന്നെ കിട്ടിയത് എൻ്റെ പെങ്ങളെയാ. അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് പാർവതിയുടെ വീടായതെന്ന്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ബസ്സിൽ കാണാറില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. ജോഷിയുടെ വിശദീകരിച്ചു. ഇവിടേക്ക് അങ്ങനെ ആരും വരാനൊന്നുമില്ല മക്കളെ, അതാ ഞങ്ങൾ പേടിച്ചു പോയെ. നിങ്ങൾ സംസാരിക്കുക, ഞാൻ ചായ എടുക്കാം. അമ്മ അകത്തേക്ക് പോയി. ഉടനെ ജോഷിയുടെ മൊബൈലും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. ഞങ്ങളെ തനിച്ച് വിട്ടതാണ്. ഞാൻ പാർവതിയെ നോക്കി. അവൾ തലകുനിച്ച് നിൽക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു. പറ്റിപ്പോയി. ഒന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. ഓരോ മനുഷ്യർക്കും അവരുടേതായ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഉണ്ടെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. ഒരു പെണ്ണിനോടും ഞാൻ ഇന്നേ ഒരു അപമര്യാദയായി പെരുമാറിയിട്ടില്ല. പക്ഷെ തന്നോട് അത് 100% എൻ്റെ തെറ്റാ. ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും പറയാതിരുന്നപ്പോൾ
ഒന്ന് ചിരിക്കാൻ പോലും മടി കാണിച്ചപ്പോൾ തോന്നിയ വാശി. ഇനിയൊരു നോട്ടം കൊണ്ടുപോലും ഞാൻ വേദനിപ്പിക്കില്ല. തൻ്റെ മുന്നിൽ വരിക പോലുമില്ല. പക്ഷേ ഞാൻ ചെയ്ത തെറ്റിന് താൻ ശിക്ഷ അനുഭവിക്കരുത്. ജോലിക്ക് പോകണം. ആ ബസ്സിൽ ഇനി ഞാൻ ഉണ്ടാവില്ല. ധൈര്യമായിട്ട് തനിക്ക് കയറാം. അവൾ നിർവികാരതയോടെ എന്നെ നോക്കി. എന്നെക്കുറിച്ചെല്ലാം അറിഞ്ഞു അല്ലേ? ഞാൻ തലയാട്ടി. കവലയിൽ നിന്നും ടൗണിലേക്കുള്ള അരമണിക്കൂർ യാത്രയില്ല. എൻ്റെ പഴയ ജീവിതത്തെപ്പറ്റിയുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് എത്തുന്നു. കടയിൽ ചെന്നാലോ ഇവിടെ തിരിച്ചെത്തിയാലോ അതിനുള്ള സമയം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ അരമണിക്കൂർ ഞാൻ ഏതോ ലോകത്താ. മറ്റുള്ളവരാരെയും ശ്രദ്ധിക്കാറില്ല. അതാരോടും ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങളോട് മിണ്ടാഞ്ഞത്. സത്യം പറഞ്ഞാൽ നിങ്ങളെന്നോട് എന്തോ ചോദിച്ചിരുന്നെന്ന് പോലും ഇപ്പോഴാണ് അറിയുന്നത്. മാനസിക രോഗിയായ പെണ്ണാണെന്ന് കരുതി ക്ഷമിച്ചേക്ക്. അന്ന് ഷോപ്പിൽ വെച്ചുണ്ടായത് അതിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമൊന്നുമല്ല. പലരും പല വിധത്തിൽ ഉപദ്രവിക്കാറുണ്ട്. നിങ്ങളിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് ഒത്തിരി സങ്കടം തോന്നി. അതാ പിന്നെ ജോലിക്ക് പോകാഞ്ഞ്. നിങ്ങളുടെ ബസ് ഒഴിവാക്കിയ സമയത്ത് ജോലിക്കെത്തില്ല. ഇനി അത് വേണ്ട. ഞാൻ വേറെ ഏതെങ്കിലും റൂട്ടിലേക്ക് മാറിക്കോളാം. ദയവ് ചെയ്ത് ജോലിക്ക് പോകണം. മാപ്പ്. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ഞാൻ മുന്നോട്ടാഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട. അവൾ തടഞ്ഞു. ജോലിക്ക് പോവോ? ഇല്ല, എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. അതാ, പ്ലീസ്. ഞാൻ യാചന പോലെ ചോദിച്ചു. ഒരു നിമിഷം ആലോചിച്ച ശേഷം അവൾ തലയാട്ടി. അപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. അമ്മ 2 ഗ്ലാസ് ചായയുമായി അവിടേക്ക് വന്നു. കഴിക്കാൻ ഒന്നുമില്ല മക്കളെ, ഇവിടെ അടുത്തുള്ള കട തുറക്കാൻ വൈകും. ഞങ്ങളപ്പുറന്ന് കഴിച്ചിട്ടാ വന്നത്. ജോഷിയേട്ടൻ ഫോൺ പോക്കറ്റിലിട്ട് ഉമ്മറത്തേക്ക് കയറി ചായ ഗ്ലാസ് എടുത്തു. കുറച്ചു നേരം കൂടി സംസാരിച്ച ശേഷം ഞങ്ങൾ പോവാനിറങ്ങി. അതെ, പാർവതി എൻ്റെ അരികിൽ വന്നു. വേറെ റൂട്ടിൽ പോവുകയൊന്നും വേണ്ട, ഞാൻ നാളെ മുതൽ ബസ്സിൽ വന്നോളാം. ഞാനൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ റോഡിലേക്ക് നടന്നു. ജാൻസിയോടും അമ്മച്ചിയോടും യാത്ര പറഞ്ഞ ശേഷം ജോഷിയേട്ടൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പുറകിൽ കയറി ഒന്ന് തിരിഞ്ഞു നോക്കി. പാർവതി വേലിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ദൂരെ മറയുന്നവരെയും. നിനക്ക് ആ പെങ്കൊച്ചിനോട് പ്രേമാണ് അല്ലേടാ? വീട്ടിലെത്തി തന്നെ വീണുമ്പിൽ ഇറക്കി വിട്ട ശേഷം ജോഷിയേട്ടൻ ചോദിച്ചു. എടാ, ആ ബസ്സിൽ ഒരുപാട് പെൺകുട്ടികൾ വരാറുണ്ട്. എല്ലാവരും നിന്നോട് മിണ്ടാറൊന്നുമില്ലല്ലോ. ഈ കുട്ടി മിണ്ടിയില്ല, ചിരിച്ചില്ല, നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് എത്രയും ദേഷ്യപ്പെടണമെങ്കിൽ അവളോട് നിനക്ക് വേറെന്തെങ്കിലും ഉണ്ടായിരിക്കും. നിങ്ങളൊന്ന് പോവാൻ മനുഷ്യ. ഞാൻ പോയിക്കോളാം. പക്ഷേ അതാണ് സത്യം. നമ്മൾ ആഗ്രഹിച്ച പരിഗണന കിട്ടുന്നില്ലെന്ന് വരുമ്പോൾ മനുഷ്യന്മാർക്ക് ദേഷ്യം വരും. ചിലർ നിന്നെപ്പോലെ ക്രൂരമായി പെരുമാറും. എതിരെ നിൽക്കുന്നവരുടെ മനസ്സറിയാൻ ആരും ശ്രമിക്കാറില്ലല്ലോ. അത്രയും പറഞ്ഞ് ജോഷിയേട്ടൻ പോയി. എനിക്ക് അവളോട് പ്രണയമാണോ? ഏയ്, ഒരിക്കലുമല്ല. എനിക്ക് പ്രണയിക്കാൻ അറിയില്ല. ആകെ ജീവിതത്തിൽ ഞാൻ സ്നേഹിച്ചിരുന്ന് കുറച്ച് മദ്യം കഴിച്ച് പഴയ പാട്ടുകളും കേട്ട് വെറുതെ കിടക്കുന്ന സമയത്തെ മാത്രമാണ്. ഇന്നുവരെ ഒരു പെണ്ണിനോടും ഒരു താല്പര്യവും തോന്നിയിട്ടില്ല. അഥവാ പാർവതിയോട് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിൽക്കില്ലല്ലോ. അതോ ജോഷിയേട്ടൻ പറഞ്ഞ പോലത്തെ ക്രൂരനായതുകൊണ്ടാണോ? പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ പെൺകുട്ടികളുടെ ജീവനെടുത്ത ഒരുപാട് സംഭവങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ലേ? ഞാനും അവരിലൊരാളാണോ? തല പുകയുന്ന പോലെ തോന്നി. വീട്ടിൽ കയറി ഉടനെ ആദ്യം ചെയ്ത് അവശേഷിച്ച മദ്യക്കുപ്പിയെടുത്ത് പറമ്പിലെ മൂലയിൽ കൊണ്ടുപോയി നശിപ്പിക്കുക എന്നതാണ്. ഇന്ന് എനിക്കിതിൻ്റെ സഹായമില്ലാതെ ഉറങ്ങാൻ പറ്റും. ഞാനൊന്ന് ഇടിവീർപ്പെട്ടു. അടുത്ത ദിവസം മുതൽ പാർവതി ബസ്സിൽ വരാൻ തുടങ്ങി. ഞാൻ അവൾ ഒരു വിധത്തിലും ശല്യം ചെയ്തേയില്ല. അവൾ വരും, ഒഴിവുള്ള സീറ്റിലിരിക്കും. ടൗണിലെത്തുമ്പോൾ ഇറങ്ങിപ്പോവും. ചെറുതായി ഒന്ന് ചിരിക്കാൻ അവൾ ഇന്ന് ശ്രമിക്കാറുണ്ട്. അത് മതിയായിരുന്നു എനിക്ക്. പക്ഷേ എന്നാലും അന്ന് ഷോപ്പിൽ ചെന്ന് കാണിച്ച നെറികേട് എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. നാളുകൾ പിന്നെയും കടന്നുപോയി. ഒരു ദിവസം രാവിലെ അവൾ ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ ഞാൻ പുറകെ ചെന്നു. പാർവതി. അവൾ തിരിഞ്ഞു. സത്യമായിട്ടും താൻ എന്നോട് ക്ഷമിച്ചോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? എന്തോ പൂർണ്ണമായും ക്ഷമിച്ചില്ല. ക്ഷമിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തും ചെയ്യുമോ? തീർച്ചയായിട്ടും. എനിക്കൊരാഗ്രഹമുണ്ട്. അത് സാധിച്ചെന്നാൽ ഞാൻ ക്ഷമിക്കും. എന്താ അത്? എനിക്കൊന്ന് ട്രെയിനിൽ കയറണം. അവൾ പറഞ്ഞു തീരും മുമ്പ് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. ഇതാണ് ഇത്ര വലിയ ആഗ്രഹം. ഇവിടുന്ന് ഓട്ടോയിൽ കയറി 5 മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടുന്ന് ഏത് ട്രെയിനിൽ വേണമെങ്കിലും കയറാം. തന്നെ കളിയാക്കിയതാണോ? അവളുടെ മുഖം ചുവന്നു. നിങ്ങളെ കൊണ്ട് പറ്റുമോ? അത് പറ. ആ ഭാവം കണ്ടപ്പോൾ അവൾ കാര്യമായിട്ടെന്ന് എനിക്ക് മനസ്സിലായി. എപ്പോഴാണ് പോകേണ്ടത്? നാളെ എനിക്ക് ലീവാ. ശരി, എന്നാൽ നാളെ തന്നെ പോവാം. നാളെ രാവിലെ ഇവിടേക്ക് വന്നാൽ മതി. തല ഉലുക്കിക്കൊണ്ട് അവൾ നടന്നകന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതൊക്കെ ഒരു ആഗ്രഹമാണോ? അതോ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ആവട്ടെ, ആവശ്യപ്പെട്ട് ചെയ്തു കൊടുക്കാം. ഞാൻ ഉറപ്പിച്ചു.
അടുത്ത ദിവസം രാവിലെ ഞാൻ സ്റ്റാൻഡിലെത്തിയപ്പോൾ പാർവതി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളെയും കൊണ്ട് ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. എങ്ങോട്ടാ പോവേണ്ടത്? യാത്രക്കിടെ ഞാൻ ചോദിച്ചു. വൈകുന്നേരം വരെ സമയമുണ്ട്, അതിനുള്ളിൽ പോകാൻ പറ്റിയ എവിടേക്കെങ്കിലും. പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. സ്റ്റേഷനിൽ ചെന്ന് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തു. 2 മണിക്കൂർ യാത്രയുണ്ട്. അവൾ സന്തോഷിക്കട്ടെ. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തിരക്ക് കുറവായിരുന്നു. പാർവതി ജനലിനരികിലുള്ള സീറ്റിലിരുന്നു. അവളുടെ അടുത്ത് ഇരിക്കണോ വേണ്ടോ എന്ന് ഞാൻ 2 നിമിഷം ആലോചിക്കുന്നതിനിടെ അവൾ അടുത്തിരിക്കാൻ ആംഗ്യം കാണിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞതോടെ ട്രെയിൻ പുറപ്പെട്ടു. അവൾ ആകാംക്ഷയോടെ പുറം കാഴ്ചകൾ നോക്കിയിരിക്കുകയാണ്. ഇതിനു മാത്രം എന്താ കാണാനുള്ളതെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഇടയ്ക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത കോഫിയും സമൂസയും മടിയൊന്നും കൂടാതെ അവൾ സ്വീകരിച്ചു. ഞാനെന്താ വിളിക്കേണ്ടത്? കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകൾ കോതിയൊതുക്കിക്കൊണ്ട് അവൾ എൻ്റെ നേരെ തിരിഞ്ഞു. പ്രായം കുറഞ്ഞവർ സജിയേട്ടാന്ന് വിളിക്കും. പാർവതിക്ക് തന്നെ വിളിക്കാം. എനിക്ക് മുഴുവട്ടാണെന്ന് സജിയേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ല. എന്തേ? സ്ത്രീകൾ തനിയെ ലോകം ചുറ്റുന്ന ഈ കാലത്ത് ഒരു പെണ്ണ് ട്രെയിനിൽ കയറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന വട്ടല്ലേ? ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ വെറുതെ കള്ളം പറഞ്ഞു. ഇതൊരു സ്വപ്നമായിരുന്നു. അവൾ പുറകിലേക്ക് ചാരി. അച്ഛൻ്റെ കുടുംബക്കാരെല്ലാം അങ്ങ് കൊല്ലത്താ. പണ്ട് ഇളയച്ഛൻ്റെ കല്യാണത്തിന് ഇവിടുന്ന് എല്ലാവരും ചേർന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. എനിക്കൊരു 10 വയസ്സുണ്ടാവും. ഏറ്റവും കൂടുതൽ അതിനായി കാത്തിരുന്നത് ഞാനാ. കാരണം പെണ്ണായി ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ചങ്ങലക്കിട്ട പോലെ ജീവിക്കേണ്ടി വന്നവളാണ് ഞാൻ. മാമന്മാർ 2 ആൺമക്കളാ. തറവാട്ടിൽ പെൺകുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ പോവരുത്, അത് ചെയ്യരുത്, അത് കഴിക്കരുത്, ഇങ്ങനെ എല്ലാത്തിലും നിയന്ത്രണങ്ങൾ മാത്രം. ഒന്നുറക്കെ സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. ഇന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പാടായിരിക്കും, പക്ഷേ അങ്ങനെയും കുറേ ജന്മങ്ങളുണ്ട്. നിസ്സാര തെറ്റുകൾക്ക് എല്ലാവരും വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം അമ്മയും അച്ഛനും വന്നെന്നെ കൊണ്ടുപോയെന്ന് കൊതിച്ച് കാത്തിരുന്നു. പക്ഷേ ആരും വന്നില്ല. അമ്മയ്ക്ക് ഞാൻ അവരുടെ കൂടെ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലെ സൗകര്യക്കുറവും മറ്റൊക്കെ പറഞ്ഞ് അച്ഛനാ തടഞ്ഞത്. അതെന്തിനാണെന്ന് ഇന്നും എനിക്കറിയില്ല. വല്ലപ്പോഴും അനിയന്മാരെയും കൊണ്ട് അച്ഛനും അമ്മയും തറവാട്ടിലേക്ക് വരും. സിനിമ കാണാൻ പോയതും ബീച്ചിൽ പോയതെല്ലാം അനിയന്മാർ പറയുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഇന്നേവരെ സിനിമ കണ്ടിട്ടില്ല. മാമന്മാരും അമ്മായിമാരും മക്കളെയും കൊണ്ട് കറങ്ങാൻ പോകുമ്പോൾ അപ്പൂപ്പനാരും കൂട്ടില്ലെന്ന കാരണം പറഞ്ഞ് എന്നെ വീട്ടിൽ നിർത്തും. ദേഷ്യം മുഴുവൻ അച്ഛനോടായിരുന്നു. തറവാട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം ഇതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞ് കരഞ്ഞു. ഇളയച്ഛൻ്റെ കല്യാണത്തിന് മുമ്പ് പാറുവിനെയും കൂടെ കൂട്ടാൻ അമ്മ ആശ്വസിപ്പിച്ച മുതൽ ഞാൻ അതിനുള്ള കാത്തിരിപ്പായിരുന്നു. ട്രെയിൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അതിലൊരിക്കൽ പോലും കയറിയിട്ടില്ല. ഒത്തിരി ദൂരത്തേക്കൊരു യാത്ര, ഏതോ നാട്ടിലേക്ക്, അതും എല്ലാവരുടെയും കൂടെ. എന്നെപ്പോലെ വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള അവകാശം പോലും ഇല്ലാത്ത ഒരാൾക്ക് ഇതൊക്കെ ധാരാളമല്ലേ? പാർവതിയെ നിർത്തി. ഒന്നും നടന്നില്ല. പനി ബാധിച്ച അവശയായ അമ്മയെ തറവാട്ടിൽ വിട്ടിട്ട് ബാക്കിയെല്ലാവരും കൊല്ലത്തേക്ക് പോയി. എൻ്റെ സങ്കടം കണ്ട് കൂടെ കൊണ്ടുപോകാൻ അമ്മ പറഞ്ഞു നോക്കിയെങ്കിലും അച്ഛൻ സമ്മതിച്ചില്ല. അന്നാണെന്ന് തോന്നുന്നു ഞാൻ അവസാനമായിട്ട് നെഞ്ചുപൊട്ടി കരഞ്ഞത്. ഞാൻ ആർക്കും വേണ്ടാത്തവളാണെന്ന തിരിച്ചറിവ് ആ പ്രായത്തിൽ തന്നെ കിട്ടി. അതിനുശേഷം അനിയന്മാരോടും അച്ഛനോടും ഉൾപ്പെടെ എല്ലാവരോടും വെറുപ്പായിരുന്നു. അമ്മ ഒഴികെ. അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു പാവാണമ്മ. പിന്നെ അങ്ങോട്ട് ജീവിതത്തിൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിട്ടില്ല. ഇന്നും അങ്ങനെ തന്നെ. അവൾ എന്നെ നോക്കി. ആ ട്രെയിൻ യാത്ര ഒരു വേദനയായിട്ടുള്ളിൽ സൂക്ഷിച്ചിരുന്ന. എനിക്കിപ്പോൾ എവിടെ വേണമെങ്കിലും ട്രെയിനിൽ പോവാം. പക്ഷെ നല്ല വസ്ത്രം ധരിച്ച് അനിയന്മാരുടെയും അച്ഛനമ്മമാരുടെയും കൂടെ പോകാൻ കൊതിച്ചതിന് പകരാവില്ലല്ലോ. സജിയേട്ടൻ ഇന്നലെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടോ ഇത് ഓർമ്മ വന്നു. സമ്മതിക്കാൻ തീരെ പ്രതീക്ഷയില്ല കേട്ടോ. എന്നെ വിശ്വസിച്ച് കൂടെ വരാൻ എന്താ കാരണം? ഞാൻ തന്നെ അപമാനിച്ചൊരുത്തനല്ലേ? മടിയോടെ ഞാൻ ചോദിച്ചു. ഞാനെന്ന് പറഞ്ഞില്ലേ, എന്നെ ഒരുപാട് ആളുകൾ പല വിധത്തിലും വേദനിപ്പിച്ചിട്ടുണ്ട്. അവരൊന്നും മാപ്പ് ചോദിച്ചിട്ടില്ല. നിങ്ങളത് ആത്മാർത്ഥമായി ചെയ്തു. അത്ര മോശം സ്വഭാവമായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് വരില്ലായിരുന്നു. എനിക്കറിയാം, ജാൻസി ചേച്ചിയുടെ അടുത്തേക്കല്ല, എന്നെ കാണാൻ മാത്രമായിട്ടാണ് വന്നതെന്ന്. അങ്ങനെയുള്ള ഒരാളെ എനിക്ക് വിശ്വസിക്കാം. അവൾ വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നു. അവളോട് ഇഷ്ടത്തേക്കാൾ വല്ലാത്തൊരു ബഹുമാനവും അമ്മയോടൊപ്പം വാത്സല്യവും തോന്നിപ്പോയി. കോഴിക്കോട് എത്തിയ ശേഷം എവിടേക്ക് പോകണമെന്ന് ഞാൻ ചോദിച്ചില്ല. അവളൊന്നും പറഞ്ഞതുമില്ല. ഞങ്ങൾ ഒരുമിച്ച് പലയിടത്തും വെറുതെ നടന്നു. ഹൈലൈറ്റ് മാൾ, മിഠായി തെരുവ്, പിന്നെ ബീച്ച്. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനല്ലാതെ വേറെ എവിടെ ഇരുന്നില്ല. ലോകം എത്ര സുന്ദരമാണെന്ന് അന്നെനിക്ക് മനസ്സിലായി. അതുവരെ എനിക്ക് എവിടെയും പോകുന്ന ഇഷ്ടമല്ലായിരുന്നു. ജോലിയില്ലെങ്കിൽ മദ്യപിച്ച് കിടന്നുറങ്ങും. അഥവാ ടൗണിലെ ബാറിൽ പോയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അവിടുന്ന് ബസ് സ്റ്റാൻഡ് വരെയുള്ള നടത്തം. അല്ലാതെ എങ്ങും പോവാറില്ല. ഞാനാണ് ഇങ്ങനെ യാതൊരു ലക്ഷ്യവുമില്ലാതെ അലയുന്നത്.
കാരണം ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം കൂട്ടിലടക്കപ്പെട്ട ഒരാളാണ് എന്നോടൊപ്പമുള്ളത്. പാർവതി വിടർന്ന കണ്ണുകളോടെ എല്ലാം ആസ്വദിക്കുകയായിരുന്നു. വൈകിട്ട് 4 മണിയുടെ ട്രെയിനിന് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. സന്തോഷമായോ? ഞാൻ ചോദിച്ചു. ഒരുപാട്. ആ സന്തോഷം അവളുടെ മുഖത്ത് കാണാമായിരുന്നു. ഇനി എന്നോട് പൂർണ്ണമായും ക്ഷമിച്ചുകൂടെ? അതിന് മറുപടിയായി അവളൊന്ന് ചിരിച്ചു. അത്രമേൽ മനോഹരമായൊരു ചിരി ഞാൻ മുമ്പ് ആരിലും കണ്ടിട്ടില്ലായിരുന്നു. ട്രെയിൻ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ പാർവതി ഉറങ്ങിത്തുടങ്ങി. ഇടയ്ക്കെപ്പോഴോ അവൾ എൻ്റെ ചുമലിലേക്ക് തല ചായച്ചു വെച്ചു. ഞാൻ അനങ്ങിയില്ല. ഉറങ്ങിക്കോട്ടെ, പാവം. ഇറങ്ങാനുള്ള സ്റ്റേഷൻ വന്നപ്പോൾ ഞാൻ പതിയെ അവളുടെ കയ്യിൽ തട്ടി. അവൾ ഞെട്ടി ഉണർന്ന് ചുറ്റും നോക്കി. അയ്യോ, ഞാൻ ഉറങ്ങിപ്പോയി, സോറി. കുറേ അറിഞ്ഞതല്ലേ, അതിൻ്റെ ക്ഷീണമാണ്. ഇനി വീട്ടിൽ ചെന്ന് തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോ. നാട്ടിലേക്കുള്ള ബസ് സ്റ്റാൻഡിൽ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. താനിതിൽ പോയിക്കോ. സജിയേട്ടൻ വരുന്നില്ലേ? നിങ്ങൾക്ക് ഇത് തന്നെയല്ലേ പോവേണ്ടത്? അതെ, പക്ഷേ എനിക്കെൻ്റെ ബസ് വരുന്നവരെ കാത്തു നിൽക്കണം. നാളെ ഡ്യൂട്ടി കയറേണ്ടതാ. തൻ്റെ കൂടെ വരാൻ വേണ്ടി മാത്രമേ ഇന്നൊരുത്തനെ ഏൽപ്പിച്ചു എന്നേ ഉള്ളൂ. കണക്കും ടിക്കറ്റ് മെഷീനെല്ലാം വാങ്ങിക്കണം. അതുകൊണ്ട് ലാസ്റ്റ് ട്രിപ്പ് നാട്ടിലേക്ക് പോകുമ്പോൾ അതിൽ വരാം. അതെ, താങ്ക്സ് കേട്ടോ. എന്തിന്? എൻ്റെ ആഗ്രഹം ഒരു മടിയില്ലാതെ സാധിച്ചു തന്നതിന്. ഏയ്, ഞാൻ തന്നോട് ചെയ്ത തെറ്റിന് ഇതൊന്നും പകരാവില്ല, ഞാൻ വ്യസനത്തോടെ പറഞ്ഞു. ഇനി അത് വിട്ടേക്ക്, ഓർക്കണ്ട, ഞാനും മറന്നേക്കാം. അവൾ ബസ്സിൻ്റെ ഡോറിന് നേരെ നടന്നു. പാറു, എൻ്റെ വിളി കേട്ട് അവൾ അത്ഭുതത്തോടെ നോക്കി. ഇത്രയും മാസങ്ങൾക്കുള്ളിൽ ഇന്നാ തന്നെ ചിരിച്ച മുഖത്തോടെ കണ്ടത്. ഇനി എന്നും അതുണ്ടാവണം. ഞാൻ കഴിഞ്ഞൊക്കെ മറക്കണമെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് തൻ്റെ ജീവിതത്തിൽ നടന്നെല്ലാം താനും മറക്കണം. എനിക്ക് വേണ്ടിയല്ല, തൻ്റെ അമ്മയ്ക്ക് വേണ്ടി. ഒരു പുഞ്ചിരി എനിക്ക് സമ്മാനിച്ച ശേഷം അവൾ ബസ്സിലേക്ക് കയറി. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾക്കിടയിൽ നല്ലൊരു ആത്മബന്ധം ഉടലെടുത്തു. രാവിലെ ബസ്സിൽ വന്നാൽ എന്തെങ്കിലും സംസാരിക്കും. അതുപോലെ ചിലപ്പോൾ ടൗണിൽ വെച്ച് ഹോട്ടലിൽ പോയി ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കും. 2 തവണ അവളുടെ വീട്ടിലേക്കും പോയി. എൻ്റെ മാറ്റം മറ്റുള്ളവരെക്കാൾ എന്നെ തന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഒരു തുള്ളി മദ്യം പോലും കഴിക്കാതെയായി. അയൽക്കാരനായ കരുണേട്ടനോട് എടുത്തടിച്ച പോലെ മറുപടി പറയാറുള്ള താൻ ഇന്ന് അയാളെ കാണുമ്പോൾ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്. അയാളോട് മാത്രമല്ല, എല്ലാവരോടും. നമ്മുടെ ചില വാക്കുകളും പ്രവൃത്തിയും മറ്റുള്ളവരെത്രത്തോളം വേദനിപ്പിക്കുമെന്ന് ഇന്നെനിക്കറിയാം. ശരിക്കും അവന് ഭ്രാന്തായിരുന്നു അല്ലേ? ഒരു രാത്രി ഫോൺ സംഭാഷണത്തിനിടെ ഞാൻ അവളോട് ചോദിച്ചു, ആർക്ക്? പാറുവിൻ്റെ പഴയ ഭർത്താവിന്. അവൾ മിണ്ടിയില്ല. വീണ്ടും ഞാൻ അവളെ കുത്തി നോക്കിയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. സോറി, ഞാനൊരു മണ്ടൻ, വെറുതെ എൻ്റെ മൂഡ് കളഞ്ഞു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് കുറേ പുറകിലേക്ക് പോയി. അവൾ പറഞ്ഞു, മാമന്മാർ എനിക്ക് വേണ്ടി കണ്ടെത്തിയ ആള്. ആ മനുഷ്യനെ കുറിച്ച് ഞാനൊന്നും ചോദിച്ചില്ല. പെണ്ണാണം വന്നപ്പോൾ ഒന്ന് കണ്ടു. പിന്നെ കാണുന്ന താലിയിട്ടുമ്പോഴാണ്. ആ വീട്ടിലെ അമ്മയും അച്ഛനും പിന്നെ ഇയാളുടെ ഏട്ടനും ഭാര്യയും. ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. ഇടയ്ക്ക് കള്ളുടിക്കും. അത് അച്ഛനും മക്കളും ഒരുമിച്ച്. ഞാനൊന്നിലും ഇടപെടാറില്ല. അമ്മ ഓരോന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഞാൻ മിണ്ടില്ല. എനിക്കതൊക്കെ ശീല. ബെഡ്റൂമിലെ ഉപദ്രവം പുറത്താരോടും പറയാൻ പറ്റില്ലല്ലോ. കാരണം കൃത്യമായിട്ട് ജോലിക്ക് പോകുന്ന എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന ഭർത്താവ് എല്ലാം സഹിച്ചു നിന്നു. പക്ഷെ എന്നെക്കൊണ്ട് പറ്റാത്ത പല വൃത്തികേടുകളും ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തു. ഇനി സമ്മതമില്ല അദ്ദേഹത്തെ തുടരുതെന്ന് പറഞ്ഞ് മാറിക്കിടന്നു. അതിനുള്ള വാശിക്ക മെഡിസിൻ സ്നേഹത്തോടെ കഴിപ്പിച്ച ശേഷം ഉറങ്ങുന്ന എന്നെ ഒരു ഗദ്ഗതം അവളുടെ വാക്കുകളെ മുറിച്ചു. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ ദേഹം നല്ല വേദനയായിരിക്കും. ആവശ്യത്തിന് എന്നെ ഉപയോഗിച്ച ശേഷം എൻ്റെ ഡ്രസ്സുകളെല്ലാം പഴയ പോലെ ആക്കിയിട്ടാണ് അയാൾ ഉറങ്ങാറ്. എനിക്കതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലായില്ല. സംശയം തുറന്നു ചോദിച്ചാൽ എല്ലാം എൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് കളിയാക്കും. ഒടുക്ക ഇൻഫെക്ഷൻ അധികമായിട്ട് തളർന്നു വീണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അമ്മയോട് ഡോക്ടറെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനൊന്നും ജീവനോടെ ഉണ്ട്. ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാതെ ഡിവോഴ്സ് ചെയ്ത് ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കുന്നു. ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ട് അല്ലേ സജിയേട്ടാ? ഏയ്, ആകെ വിട്ടേക്ക്, കഴിഞ്ഞല്ലേ. സജിയേട്ടൻ എൻ്റെ പഴയ ഭർത്താവിൻ്റെ പേരറിയണ്ടേ? വേണ്ട, പിന്നെ ആ പേരിൽ എല്ലാവരോടും എനിക്ക് വെറുപ്പായിരിക്കും. അപ്പുറത്ത് നിർത്താതെയുള്ള പൊട്ടിച്ചിരി മുഴങ്ങി. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. ഇവിടെ ഒരു സാധനമില്ലല്ലോ. കുരുമുളക് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയാൽ വാങ്ങിയത്. ഒരു ഗ്ലാസ്സിൽ ആവി പറക്കുന്ന ചുക്ക് കാപ്പിയുമായി പാർവതി എൻ്റെ മുറിക്കുള്ളിലേക്ക് വന്നു. എനിക്ക് നല്ല പനിയും ചുമയാണെന്ന് അറിഞ്ഞപ്പോൾ രാവിലെ ജോഷിയേട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് എത്തിയതാണ് അവൾ. അവളെ വീട്ടിയുടെ ജോഷിയേട്ടൻ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോയി. ഇത് കുടിക്ക്. എന്നിട്ട് കരുണേട്ടനൊന്നും പറഞ്ഞില്ലേ? അയാളുടെ പേര് കരുണൻ എന്നാണോ? എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനധികം സംസാരിക്കാൻ നിന്നില്ല. സജീഷ് ഏതോ പെണ്ണിനെയും കൊണ്ടുവന്നെന്ന് ഇപ്പോൾ ന്യൂസ് വരക്കും. അയ്യോ, ഞാൻ വന്ന സജീറിന് ചീത്തപ്പേരാവൂ?
ഏയ് അതൊന്നും പ്രശ്നമില്ല. ഞാൻ എഴുന്നേറ്റ് നിന്ന് ചുക്ക് കാപ്പി വാങ്ങി. കുറച്ച് കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്, അത് കഴിച്ചൊന്ന് ഉറങ്ങി എഴുന്നേറ്റാ പനിയൊക്കെ മാറും. പാർവതി എൻ്റെ നെറ്റിയിൽ കൈവച്ചു. ഞാൻ കണ്ണുകൾ പതിയെ അടച്ചു. പനി ചൂടുള്ള ശരീരം മുഴുവൻ തണുപ്പ് പടരുന്ന പോലെ എനിക്ക് തോന്നി. കുറഞ്ഞിട്ടുണ്ട്, അത് ചൂടോടെ ഊതി കുടിക്ക്. ജോഷിയായിട്ടിപ്പോൾ വരുമോ? എനിക്ക് ചെന്നിട്ട് കുറേ പണിയുള്ളതാ. നിനക്ക് പോണോ പാറു? ഞാൻ വന്നിട്ട് ഇത്രയും നേരമായില്ലേ, പോവാതെ പിന്നെ? നിനക്ക് ഇവിടെ തന്നെ നിന്നൂടെ എൻ്റെ കൂടെ എന്നും? ഞാൻ ഗ്ലാസ് മാറ്റി വെച്ച് എഴുന്നേറ്റ് അവളുടെ മുമ്പിൽ ചെന്ന് നിന്നു. നിന്നെ വേദനിപ്പിച്ചു എന്നുള്ള കുറ്റബോധം കൊണ്ടോ നിന്റെ കഥകൾ അറിഞ്ഞപ്പോഴുള്ള സഹതാപം കൊണ്ടോ അല്ല. നീ കൂടെയുള്ളപ്പോഴൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ആരുമില്ലാത്ത ഒരുത്തനാ ഞാൻ. അതുകൊണ്ട് തന്നെ തോന്നിയ പോലെയൊക്കെ ജീവിച്ചു. ഇനി അങ്ങനെ പാടില്ലെന്നൊരു തോന്നൽ. നിനക്ക് സമ്മതമാണെങ്കിൽ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അമ്മയുടെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ്. അവളൊന്നും മിണ്ടിയില്ല. ഞാൻ അവളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു. വലിയ വാഗ്ദാനങ്ങളൊന്നും തരാനില്ല. ഈ ചെറിയ വീട് മാത്രമാണ് സ്വന്തം. അതും അച്ഛനെൻ്റെ പേരിൽ എഴുതി വെച്ച് ഞാൻ പുതുക്കി പണിതൂന്നേ ഉള്ളൂ. വേറൊരു സമ്പാദ്യവും ഇല്ല. പക്ഷേ നീ കൂടെയുണ്ടെങ്കിൽ എന്തോ നേടാന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇത് പ്രണയമാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊത്തിരി ഇഷ്ടമാണ്. നോവിക്കില്ല, കരയിക്കില്ല. ഇത് സത്യം. ആലോചിച്ചിട്ടൊരു മറുപടി അറിഞ്ഞാൽ മതി. ഇനി അഥവാ സമ്മതമല്ലെങ്കിൽ എന്നോട് പഴയ പോലെ സംസാരിക്കണം. അകൽച്ച കാട്ടരുത്. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എൻ്റെ കൈകളിൽ മുഖം പൊഴുത്തി അവൾ പൊട്ടിക്കരഞ്ഞു. ഞാൻ പതിയെ അവളെ നെഞ്ചോട് ചേർത്തു. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് ആ പെൺകുട്ടിയോട് പ്രണയം തന്നെയാണെന്ന്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവളുടെ കണ്ണുനീര് കാണുമ്പോൾ എൻ്റെ ചങ്കിങ്ങനെ പിടയുന്നത്? ടേബിൾ ലാമ്പ് തെളിഞ്ഞപ്പോൾ ഞാൻ തല ഉയർത്തി നോക്കി. സജിയേട്ട് ഉറങ്ങിയില്ലേ? പാർവതി ചോദിച്ചു. ഉറങ്ങിയതായിരുന്നു. നീ എന്തിനെഴുന്നേറ്റ്? മോള് കരയുന്ന പോലെ തോന്നി. ഞാൻ നോക്കിയപ്പോൾ ഒരു വയസ്സുകാരി മിഴി. ഞങ്ങൾ രണ്ടുപേരുടെയും നടുവിൽ നല്ല ഉറക്കമാണ്. നീ വല്ല സ്വപ്നവും കൊണ്ടായിരിക്കും. നീ വന്നേ. അവൾ എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്ന് കിടന്നു. ഞാൻ ആ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. ഇനി ഉറങ്ങിക്കോ. സജിയേട്ടൻ എന്താ ആലോചിച്ച് കിടന്നല്ലേ? എന്താ അത്? ഏയ് ഒന്നുമില്ലടി. നമ്മുടെ പഴയകാലം കഴിഞ്ഞതൊന്നും ഓർക്കിരുന്ന എപ്പോഴും പറയുന്ന ആളാ. ഞാൻ അവളുടെ പിൻകഴുത്തിൽ ഉമ്മ വെച്ചു. ശരിയാ, ഞാനങ്ങനെ പറയാറുണ്ട്. പക്ഷേ സന്തോഷപൂർണമായൊരു ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നടന്നു തീർത്ത ദുരിതം നിറഞ്ഞ നീണ്ട പാതയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതിനു വേണ്ടിയാ. സാഹിത്യമാണല്ലോ. കഥ എഴുതാനുള്ള പ്ലാൻ ഉണ്ടോ? ഒന്ന് ഉറങ്ങിയേ. ഞാൻ അവളുടെ ദേഹത്തേക്ക് ഒട്ടിച്ചേർന്നു. 5 വർഷമായി ഞങ്ങൾ ഒരുമിച്ചിട്ട്. അമ്മയും കൂടെയുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പൊന്നോമന മോളും. സിനിമകളിൽ കാണുന്ന പോലെ ഞാൻ കോടീശ്വരനൊന്നും ആയിട്ടില്ല. പാർവതി എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ പഠിപ്പിച്ചു. അവൾ ഇന്നൊരു പ്രൈവറ്റ് ബാങ്കിലെ സ്റ്റാഫാണ്. ഞാൻ ബസ് മതിയാക്കി നാട്ടിലെ സ്വന്തം ഓട്ടോ ഓടിക്കുന്നു. സമാധാനപരമായ കുടുംബജീവിതം. പക്ഷേ ഇന്നും ഞാൻ കാരണം നിറക്കണ്ണുകളോടെ നിൽക്കുന്ന സെയിൽസ് ഗേളിൻ്റെ രൂപം മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അവളോടുള്ള സ്നേഹം ഓരോ നിമിഷവും കൂടുകയാണ്. ഉറക്കത്തിൽ അവളൊന്ന് ഞെരങ്ങി. ഞാൻ എൻ്റെ ഐശ്വര്യലക്ഷ്മിയുടെ പിൻകഴുത്തിലൂടെ നനുത്ത രോമങ്ങളിൽ കൂടി ഒരിക്കൽ കൂടി പ്രണയമുദ്ര പതിപ്പിച്ചു. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്.